ഏവർക്കും പിതാമഹനായിരിക്കുന്ന ഭീഷ്മ പിതാമഹൻ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിനെ സ്തുതിക്കുന്ന ഒരു സ്തുതിയുണ്ട്. പ്രപന്ന പാരിജാതായ തോത്രവേത്രൈകവാണയെ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ എന്ന് അദ്ദേഹം പറയുകയാണ്. അഭയം പ്രാപിക്കുന്നവർക്ക് പാരിജാത വൃക്ഷമാണ് ഭഗവാൻ. ഈ പാരിജാത വൃക്ഷത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് പാരിജാത വൃക്ഷത്തിന്റെ അടുത്തെത്തുന്ന ഏതൊരാൾക്കും തന്റെ ക്ഷീണമകന്ന് ഊർജ്ജസ്വലനായി തീരുന്നതാണ് എന്നതുപോലെയാണ് ഭഗവാന്റെ അടുത്തെത്തുന്നതും എന്ന് ഭീഷ്മ പിതാമഹൻ പറയുകയാണ്. ഒരു കൈയിൽ ചമ്മട്ടിച്ചൂരലേന്തിയവനും മറുകൈയിൽ ജ്ഞാനമുദ്ര ധരിച്ചവനുമായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, ഗീതയാകുന്ന അമൃത് കറന്നെടുക്കുന്നവനായ അല്ലയോ ഭഗവാനെ, അങ്ങനെയുള്ള ഭഗവാനെ ഞാനിത് നമസ്കരിക്കുന്നു. പശുക്കളെ നോക്കുക. ആ പശുവിനെ കറക്കുന്ന കറവക്കാരൻ പാല് മുഴുവൻ കറന്നെടുക്കും. ആ പശുവിന് കിടാവുണ്ട്, അത് നോക്കി നിൽക്കുകയും ചെയ്യും. എന്നാൽ ആ പാൽ കുടിക്കുന്നത് യഥാർത്ഥത്തിൽ മറ്റു സജ്ജനങ്ങളാണ് എന്നതുപോലെയാണ് ഭഗവത്ഗീതയെ നാം കാണേണ്ടത്. എല്ലാ ഉപനിഷത്തുക്കളും പശുക്കളാണ്. കറവക്കാരൻ കൃഷ്ണനുമാണ്, അർജുനൻ കിടാവാണ്, പാൽ കുടിക്കുന്നത് സജ്ജനങ്ങളുമാണ്. പാൽ എന്ന് പറയുന്നത് മഹത്തരമായിരിക്കുന്ന ഭഗവത്ഗീതാമൃതം തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ പാൽ കറക്കുന്ന കറവക്കാരനോ അത് നോക്കി നിൽക്കുന്ന കിടാവിനോ ഒരു പ്രാധാന്യവുമില്ല എന്ന്. എന്നാൽ പ്രാധാന്യം മുഴുവൻ ആ കറന്നെടുക്കുന്ന പാലിനാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്.